ഒതന്റിക് സുറബിയൻ റൈസ് ആക്കിയാലോ? ഇതെന്റെ മമ്മന്റെ സൂപ്പർ ഹിറ്റാന്നട്ടാ. ഫ്രൈഡ് അണിയനാണ് അതിന് വേണ്ടത്. മമ്മ എയർ ഫ്രൈയിലാണ് ചെയ്തത്. എന്നെ നമുക്ക് കുറച്ച് ഗാർലിക് ഇടാ. നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ മാറ്റി വെക്കാം. നെക്സ്റ്റ് നമ്മൾക്ക് ഇതിൻ്റെ ഹാഫ് എടുത്തിട്ട് എന്നെ 4 വലിയ സ്പൂൺ യോഗട്ട് ഇടാ. ഇത് ഈസി ആയിട്ട് നമ്മൾക്ക് ആക്കട്ടാ. അണിയൻ ഫ്രൈ ആക്കാനാണ് കുറച്ച് സമയം എടുക്കും. എന്നെ ഇതിന് വേണ്ടിയിട്ട് മസാല പൊടിയാക്കാം. അതാണ് ഇതിൻ്റെ സീക്രറ്റ്. കുറച്ച് സിലം പൗഡർ ഇടാ. ഈ മസാല പൗഡർ കുറച്ച് ക്ലോവ്, ഏലക്കായ്, പെപ്പർ, ക്യൂമൻ സീഡ് എല്ലാം കൂടിയിട്ട് ക്രഷ് ചെയ്തിട്ടാണ്. അതിന് കുറച്ച് ചില്ലി പൗഡർ ആഡ് ചെയ്യുക. പിന്നെ ടേമറിക്കും. ഈ സ്പൈസ് പൗഡർ കുറച്ച് കൂടുതലാക്കിയിട്ട് നിങ്ങൾക്ക് സ്റ്റോറേജ് വെക്കാം. അതിനെ കുറച്ച് സോൾട്ട് ഇട്ടിട്ട് നല്ലോണം ഗ്രൈ ചെയ്യുക. നല്ല ക്രീമി പോലെ ഗ്രൈൻഡ് ചെയ്യുക. അതിന് ഇതുപോലെ പേസ്റ്റ് പോലെ ആവണോ? അതിന് നമുക്ക് ഇതിനെ മാറ്റി വെക്കാം. ഒരു പാത്രം എടുത്തിട്ട് ഓയിൽ ഒഴിക്കുക. സ്കിന്നിലെ ചിക്കൻ ഒന്ന് എടുക്കണേ. അതിന് 5 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ ചെയ്യുക. ഈ സ്റ്റെപ്പ് നിങ്ങൾ മിസ്സാക്കരുത്. ഈ ടൈം കൊണ്ട് ബസ്മതി റൈസ് സോക്ക് ചെയ്തിട്ട് വെക്കുക. ഒരു 20 മിനിറ്റ്സ് സോക്ക് ചെയ്താൽ മതിയേ. 2 സൈഡ് നല്ലോണം കളറായാൽ ഇതുപോലെ കളർ ചേഞ്ച് വരണം. ആൻഡ് നമ്മൾക്ക് പൊട്ടേറ്റോ ഇടാം. ഈ റൈസിൽ പൊട്ടേറ്റോ നല്ല ടേസ്റ്റ് ആണെട്ടാ. അങ്ങനെ പൊട്ടേറ്റോ വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കുക. ഒരു 5 മിനിറ്റ്സ് ലിഡ് ക്ലോസ് ചെയ്തിട്ട് വെക്കുക. അങ്ങനെ നേരത്തെ റെഡിയാക്കിയ മിക്സ് ഇതിലേക്ക് ഇടുക. ഇതിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ടേസ്റ്റ് നോക്കണേ. സോൾട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യണേ. അങ്ങനെ ഒരു 5 മിനിറ്റ്സ് ഇങ്ങനെ നല്ലോണം സോട്ട് ചെയ്യുക. അത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ്സ് വെക്കാം. അങ്ങനെ റൈസ് റെഡിയാക്കണ്ടേ. ബോയിൽ ചെയ്ത വാട്ടറിൽ നേരത്തെ സോക്ക് ചെയ്ത റൈസ് ഇടാ. ഇതാ നമ്മളുടെ ചിക്കനെല്ലാം നല്ലോണം റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ചിക്കനെ പൊട്ടേറ്റോനെ എയർ ഫ്രയറിൽ വെക്കാം. ആ മസാലയില് നമ്മൾക്ക് വന്ന റൈസ് ഇടാ. നേരത്തെ മാറ്റി വെച്ച ഫ്രൈഡ് ഓണിയൻ ഇടാ. കുറച്ച് മസാലയും ആഡ് ചെയ്യാ. അങ്ങനെ ബാക്കിയുള്ള റൈസും കൂടി മേലെ വെക്കാം. ഒരു 15 മിനിറ്റ്സ് നമുക്ക് ലിഡ് പൊട്ടിയിട്ട് വെക്കാം. വെരി ലോ ഫ്ലെയിമിൽ വെക്കണേ. ചിക്കൻ ക്രിസ്പി ആവാനാണ് നമ്മൾ എയർ ഫ്രൈയിൽ വെക്കുന്നത്. എടുക്കുന്ന് ടോസ് ചെയ്തെടുക്കണേ. ഇങ്ങനെ ആക്കുമ്പോൾ ചിക്കൻ നല്ലോണം ടേസ്റ്റ് ആവട്ടാ. പൊട്ടാറ്റോനും നല്ല ഫ്ലേവർ വരും. കുറച്ച് ഓയിലൊക്കെ കൊണ്ട് ബ്രഷ് ചെയ്തെടുക്കുക. അങ്ങനെ 2 സൈഡ് റെഡിയാക്കുക. റൈസും റെഡി ആയിട്ടുണ്ട്. നോക്ക് എത്ര വൃത്തിക്കാന്ന് റൈസ് ആയിട്ടില്ലേ. അതിനൊരു പ്ലേറ്റിൽ എല്ലാം കൂടി ലേ ചെയ്യുക. നല്ല ഒതന്റിക് ടേസ്റ്റാണ്. റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒന്നും കഴിക്കണ്ട. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായി നിങ്ങൾ പ്ലീസ് സപ്പോർട്ട് മീ.